മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഗമന കാലത്തിന്റെ 10ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം. ആടിനെ നോക്കി കഴിഞ്ഞിരുന്ന ആട്ടിടയരുടെ അടുത്തേക്കാണ് രാത്രിയിൽ ഗബ്രിയേൽ ദൂതൻ കടന്നു വരിക. വചനം ഇങ്ങനെ പറയുന്നു: അവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം പ്രകാശിച്ചു. എളിയവരായ പാവപ്പെട്ടവരായ ആട്ടിടയന്മാരാണ് ഈശോയെക്കുറിച്ചുള്ള സദ്വാർത്ത ആദ്യമായി കേൾക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഫരിസേയരുണ്ട്, നിയമജ്ഞരുണ്ട്, പ്രധാന പുരോഹിതരുണ്ട്, യഹൂദരായിട്ടുള്ളവരുണ്ട്, റോമ രാജാക്കന്മാരുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഉന്നതിയിൽ വസിക്കുന്നവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പാവപ്പെട്ട എളിയവരായിട്ടുള്ള ആട്ടിടയരുടെ അടുത്തേക്കാണ് മാലാഖ അയക്കപ്പെട്ടത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വളരെ വ്യക്തവും സിമ്പിളുമായിട്ടുള്ള കാര്യമാണ്. ഹൃദയത്തിൽ എളിമയുള്ളവരാവുക. ഈശോയുടെ മുമ്പിൽ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ എളിമയുള്ളവരായാൽ മാത്രം മതി. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എളിമയുള്ള മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാറാം.